ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ടേബിൾ ടോപ്പ് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണിച്ചു തരാനായിട്ട് പോണത്. ഇത് ബ്രെയിൻ വിറ്റ എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇത് കളിക്കാൻ. ആദ്യമേ പഠിക്കുന്നത് വരെ നമ്മൾ കുറേ മെനക്കെടണം. നല്ല രസമാണ് ഇത് കളിക്കാൻ. ഇത് നമ്മുടെ ബ്രെയിൻ വിറ്റ എന്ന് പറയുമ്പം നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകാനും ബ്രെയിൻ ഒന്ന് ഫ്രഷ് ആകാനും നമ്മുടെ മെൻ്റൽ എബിലിറ്റി കൂട്ടാൻ, സ്ട്രെസ്സ് കുറയ്ക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് ഗുണം ചെയ്ത് നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ രസം കുറയും. എന്നാലും ഇത് പഠിക്കുന്നവരെ നല്ല രസമുള്ളൊരു ഗെയിമാണ്, ടേബിൾ ടോപ്പ് ഗെയിമാണ്. അപ്പോൾ ഇത് എൻ്റെ ഗെയിം സ്റ്റാർട്ട് പൊസിഷനിൽ ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോള് ഓപ്പണായിട്ട് കിടക്കും. ഗോലികളാണ് ഇതിനകത്ത് അടുക്കി വെച്ചേക്കുന്നത്. അപ്പം ഗെയിം എൻഡ് പൊസിഷനിൽ ആ സെൻറ്ററിൽ ഇല്ലാതിരുന്ന സ്ഥലത്ത് മാത്രം, സെൻറ്ററിൽ ഗോലി ഇല്ലാതിരുന്ന സ്ഥലത്ത് മാത്രം ഒരു ഗോലി മിച്ചം വരും. അങ്ങനെയാണ് ഇത് കളിക്കുന്നത്. ആദ്യം തുടങ്ങുന്നതിന് മുന്നേ സെൻറ്ററിൽ ഒരു ഹോൾ വെറുതെ കിടക്കുകയാണ്, ഗോലിയില്ല. കളി തീരുമ്പം സെൻറ്ററിലെ ഒരു ഗോലി മാത്രം ഉണ്ടാവും. ആ സെൻറ്ററിൽ ആദ്യം കാലിയായി കിടന്ന് അവിടെ മാത്രം ഒരു ഗോലി ഉണ്ടാവും. അങ്ങനെയാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യൂട്യൂബ് ചാനൽ പതുക്കെ നിർത്താൻ ആയിരുന്നു മനസ്സിൽ. കാരണം യൂട്യൂബ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ നല്ല ഒരു പണിയാണ്. എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതിൻ്റെ കൂടെ ഇതും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനും വീഡിയോ ആക്കി നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കാനും എല്ലാം ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 150 വലിയ വീഡിയോകളും, വലിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോകളല്ലെങ്കിലും ഒരു 150 വലിയ വീഡിയോകളും, ചെറിയ വീഡിയോകളാണെങ്കിൽ ഒരു 350 മേളിലും ഉണ്ടായിരുന്നു. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്സ്. ഒരു ചെറിയ ചാനലാണ് എൻ്റേത്, ക്രാഫ്റ്റ് ആൻഡ് കുക്ക് ബൈ സ്മിത സുനിൽ എന്നായിരുന്നു ചാനലിൻ്റെ പേര്. 5100-ൽ കൂടുതൽ സബ്സ്ക്രൈബറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോവില്ല എന്നെനിക്ക് തോന്നാൻ, നിർത്താൻ ഞാൻ തീരുമാനിക്കാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്താലാണ്, നമ്മൾ എത്ര നല്ല വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോലും നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഷോർട്സ് 7 ലക്ഷം വ്യൂ ഉള്ളത്, 1.1 ലാക്ക് വ്യൂ ഉള്ള ഷോർട്സും, 2 ലാക്ക് വ്യൂ ഉള്ളത്, 1.7 ലാക്ക് വ്യൂ ഉള്ളത്, അങ്ങനെ ഷോർട്സുകൾ 10K അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വലിയ വീഡിയോകൾ നമുക്ക് 2.5K അങ്ങനെ 37K വരെ വ്യൂ ഉള്ള വലിയ വീഡിയോകളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പല വീഡിയോകളിലും പരസ്യം കാണിക്കുന്നുണ്ടായിരുന്നു, ആഡ് കാണിക്കുന്നുണ്ട്, 2-3 ആഡ് വരെ കാണിക്കുന്ന വീഡിയോകളുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരിക്കലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ഒരു ചാനൽ മോണിറ്റൈസ് ആകാനൊരു ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് ഞാൻ നോക്കി ഒരുപാട് ചാനലുകൾ ഇത്രയും ഒന്നും സബ്സ്ക്രൈബർ ഇല്ലാതെയും ഇത്രയൊന്നും എണ്ണം വീഡിയോ ഇല്ലാതെയും, ഞാൻ ആരെയും ഒന്നും മോശമാക്കി കാണിക്കുന്നതോ അല്ലെങ്കിൽ ആർക്കും ഒന്ന് ഹർട്ട് ചെയ്യുന്നതോ ഉള്ള വീഡിയോകളൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നമുക്ക് ഒരിക്കലും ഒരു യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാതെ ഒരിക്കലും നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്താലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ നിർത്താം. എന്തായാലും ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട്, കാരണം എൻ്റെ ജോലിയുടെ കൂടെ വീട്ടിൽ വരുമ്പം പിള്ളേരുണ്ട്, നമുക്ക് അവരുടെ കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച ഭയങ്കര ആഗ്രഹങ്ങളും ആയിരുന്നു. അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ചെയ്യുമ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, ചെറിയൊരു ചാനലുണ്ടെങ്കിൽ നീ ചെയ്യണത് ബാക്കിയുള്ളവർക്ക് പഠിക്കാം, കാണാലോ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് കൂടുതൽ ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ ചെറിയ കുക്കിങ് അങ്ങനെയുള്ളതെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാം ചെയ്തിട്ടും നമുക്ക് ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാനിത് നിർത്തിയേക്കാം എന്ന് വിചാരിക്കുമായിരുന്നു.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സബ്സ്ക്രൈബറും എല്ലാം ഉള്ള ചാനൽ വീണ്ടും നിർത്താൻ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാഞ്ഞിട്ടാണിത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ 1 മാസം 2 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടൊന്നും അങ്ങനെ നമുക്കിത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പം അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു ഇത് നിർത്തണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ 1-2 വീഡിയോകളൊക്കെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. 5100 മേളിൽ സബ്സ്ക്രൈബർ വന്നിട്ടും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിത് കൊണ്ടുപോകുന്നത് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും പൂർണ്ണമായിട്ട് നിർത്തുന്ന അല്ലെങ്കിലും ഇടയ്ക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യും. ഇനി ആയാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. പറഞ്ഞു ഒരുപാട് സമയം കളഞ്ഞു. ഇനി എങ്ങനെയാണ് ബ്രെയിൻ വിറ്റ് കളിക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം സെൻറ്ററിലേക്കാണ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇരിക്കുന്ന നമ്മുടെ നേരെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കണം. അടിയിലിരിക്കുന്ന മൂളിക്കോടെ ഏതാണ് കടത്തിയിട്ട് അടിയിലുള്ളതാണ് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ എടുക്കണം. ക്രോസ് ആയിട്ട് മാറ്റാൻ പറ്റില്ല കേട്ടോ, ഡയഗണലായിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. തൊട്ടടുത്ത കുളത്തിൽ നിന്ന് നേരെ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് ഓൺലൈനിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബ്രെയിൻ വിറ്റാന്ന് സെർച്ച് ചെയ്താൽ മതി. എപ്പോഴും ഈ എൻഡ് പോർഷനിൽ നിന്ന് സെൻറ്ററിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം. എന്നാൽ അല്ലെങ്കിൽ അത് അവിടെ മാത്രം ഒറ്റയ്ക്കായി നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. ഇങ്ങനെ ഒരു ഷേപ്പിന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഒന്നിങ്ങോട്ട് തുടങ്ങുന്നു. വരും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടെടുക്കുന്നു. കണ്ട കഴിഞ്ഞപ്പോൾ സെൻറ്ററിൽ മാത്രം ഒരെണ്ണം ബാക്കിയിരുന്നു. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.